दुकान है बाबा कौन है? इनके पास पहले भी आए हैं। ये बाबा नाम हटाओ आप, या तो बाबा बन जाओ। हाँ, ऐसा ना, आप अपने कागज उसमें रखो, नाम अलग नहीं, नाम से ही तो फर्क है। मेरे ऊपर नाम भी लिखा हुआ है ना, शोएब अहमद। बाबा का यहाँ पे कोटवार में सिद्ध बाबा ही है। जब दूसरी जगह दुकान चेंज करेंगे, जब हम ये नाम हटा देंगे, बोला था आपने, है ना। अजीत ने वो खुली है, ये बाबा शुगर इश्यूज वगैरह क्या है? वो सब हिंदू की दुकान है। मुसलमान क्या हो गया? मुसलमान क्या बात होगी? नाम चेंज कर देंगे। हाँ, बोला था इन्होंने, बोला था नाम चेंज करने के लिए। कल ये कोटवार छोड़ने के लिए बोले कोई नहीं छोड़ सकता ऐसे। किसने कह दिया कोटवार छोड़ने के लिए? आपका नाम क्या भैया? अपना नाम? मेरा नाम मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? ठीक है, ഓക്കെ. തത്സമയം അസ്മ നുസ്രത്ത് ചേരുന്നുണ്ട്. അസ്മ, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ മതത്തിന്റെ പേരിലുള്ള തമ്മിൽ തല്ല് കാണാറുള്ളതാണ്. അത്തരത്തിലൊരു പ്രശ്നം തന്നെയാണ് അവിടെയും ഉണ്ടായത്. പക്ഷേ കൃത്യസമയത്ത് ദീപക് എന്ന യുവാവ് ഇടപെട്ടു. ആരാണ് ദീപക്? ദീപക് എങ്ങനെ അവിടെ എത്തി? ഞാൻ മുഹമ്മദ് ദീപക് എന്നാണ് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത്. ആരാണ് ഈ സൂപ്പർ ഹീറോ? അതായത് ഹിമ, ഉത്തരാഖണ്ഡിലെ കോട്ട്ദാറിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് വ്യാപാരിയായ വക്കീൽ അഹമ്മദ് എന്ന 70-കാരനായ ഒരു വ്യാപാരിയുണ്ട്. അദ്ദേഹത്തിന്റെ കടയുടെ പേരാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അദ്ദേഹത്തിന്റെ കടയുടെ പേര് ബാബ സ്കൂൾ ഡ്രസ് എന്നാണ്. ഈ ഒരു സംഘം ആളുകൾ എത്തിയിട്ട് ഈ പേരിലെ, ആ കടയുടെ പേരിലെ ബാബ എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഈ കടയിലെത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഭീഷണിപ്പെടുത്തുന്ന ആ സമയത്താണ് ദീപക് എന്ന ജിം ട്രെയിനറായിട്ടുള്ള യുവാവ് ആ കടയിലേക്ക് എത്തുകയും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഈ വൃദ്ധനായ ആളെ ഭീഷണിപ്പെടുത്തുന്നത്? എന്താണ് ഈ ഒരു പേരിന് കുഴപ്പം? മുസ്ലിമായ ഒരാളുടെ പേരിന്, അല്ലെങ്കിൽ കടയുടെ പേരിന് ബാബ എന്ന് ഇട്ടാൽ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ആളുകൾ ആ ഭീഷണിപ്പെടുത്തുന്ന സംഘത്തിലെ ആൾക്കൂട്ടം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്ന പോലെ മേരാ നാം ദീപക്, മുഹമ്മദ് ദീപക് എന്ന് പറയുന്നത്, അതായത് എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ് അദ്ദേഹം ആ ആൾക്കൂട്ടത്തിനോട് പറയുന്നത്. അങ്ങനെ സധൈര്യം ഈ ഒരു വൃദ്ധനെ രക്ഷിക്കാനായി ഈ ജിം ട്രെയിനർ എത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിച്ചതിന് ശേഷം ദീപകിനെ അഭിനന്ദിച്ചും അനുകൂലിച്ചും അതുപോലെ എതിർത്തും ഒരുപാട് ഭീഷണിപ്പെടുത്തിയൊക്കെ നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ദീപക് ഒരു വിശദീകരണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അതായത് അദ്ദേഹം അതിൽ പറയുന്നത്, താനൊരു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ സിഖുകാരനോ ഒന്നുമല്ല, താനൊരു മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. അതായത് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമല്ല രാജ്യത്തും ലോകത്തൊന്നും പടർത്തേണ്ടത്, സ്നേഹമാണ് പരത്തേണ്ടതെന്നാണ് അദ്ദേഹം ആ വീഡിയോയിലും വിശദീകരിച്ച് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയൊക്കെ ഭീഷണിപ്പെടുത്തി ഒരുപാട് ഈ പ്രവർത്തകർ ഈ പ്രതിഷേധമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ ദീപകിനെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ദീപകിന്റെ ഈ പോരാട്ടത്തിനൊപ്പം അത് അഭിനന്ദനം അർഹിക്കുന്നതാണെന്നാണ് രാഹുൽ ഗാന്ധി ഈ എക്സിൽ കുറിച്ചത്. തീർച്ചയായും അസ്മ, നമ്മൾ എന്തിനാണ് ഈ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ തമ്മിൽ തല്ലുന്നത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള സുനിത വില്യംസ് കേരളത്തിലൊരു ഫെസ്റ്റിവലിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഒരു ഗ്രഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ, നമ്മൾ എന്തിനാണ് പരസ്പരം തമ്മിലടിക്കുന്നത്, തമ്മിൽ തല്ലുന്നത്, എന്തിനാണ് തർക്കിക്കുന്നത് എന്നുള്ളത്? അതൊരു പ്രസക്തമായ കാര്യം തന്നെയാണ്. മതത്തിന്റെയോ ജാതിയുടെയോ ഒക്കെ പേരിൽ തമ്മിൽ തല്ലി തീർക്കാനുള്ളതല്ല. നമുക്ക് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്കായി ഇനിയും ഈ രാജ്യത്ത് പടുത്തുയർത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റ് മതവും ജാതിയും ഒക്കെ പറഞ്ഞുള്ള തമ്മിൽ തല്ല് അവസാനിപ്പിക്കുക.